ഈ മൾബറീസ് എവിടെ കണ്ടാലും എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓർമ്മ വരും കേട്ടോ. പണ്ട് സമ്മർ വെക്കേഷൻ ആവുന്ന സമയത്ത് വലിയ ബാഗൊക്കെ കെട്ടിപ്പെറുക്കി ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അമ്മ വീട്ടിൽ നിൽക്കാൻ വരുന്നൊരു ഉത്സവം തന്നെയാണ്. അന്നത്തെ ഞങ്ങളുടെ വെക്കേഷൻ കളർഫുൾ ആക്കുന്നത് ഈ വലിയ മൾബറിയുടെ മരമായിരുന്നു. നമ്മുടെ വീട്ടിൽ അങ്കമാലിൽ ഞാൻ മൾബറി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് അമ്മ വീട്ടിലെ മൾബറി മരത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും മൾബറി ഇങ്ങനെ ചെടിയായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് മൾബറിയൊക്കെ ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മരമായി കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവും. ഭയങ്കര ചെറിയ കമ്പായിരിക്കും, അതിനകത്ത് നിറയെ മൾബറി പിടിക്കും കേട്ടോ. അമ്മ വീട്ടിലാണെങ്കിൽ മൾബറി മരത്തിന്റെ സൈഡിലായിട്ട് ഒരു കോഴിക്കൂടുണ്ട്. ആ കോഴിക്കൂടുമ്പോൾ ചവിട്ടി അതിന്റെ മേലേക്കൂടെയാണ് മരത്തിൽ കയറുക. കൈ നിറയെ മൾബറി കിട്ടുന്ന ദിവസം എങ്ങനെ പോയാലും കോഴിക്കൂടിന്റെ ഓരോ ഓടെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. ഈ കിട്ടിയ മൾബറി കഴിക്കണോ അതോ അമ്മാമ്മയുടെ നിന്ന് ഓടി നടന്ന് അടി വാങ്ങണോ എന്നുള്ള ഡൗട്ടിലായിരിക്കും ഞങ്ങൾ ഈ മൾബറി പറിക്കാൻ ഓടുമ്പോഴേക്കും അമ്മാമ്മ പിന്നാലെ വരും, അമ്മാമ്മയുടെ കോഴിക്കൂടിനെ സംരക്ഷിക്കാനായിട്ട്. അങ്ങനെ അവസാനം ഞങ്ങളെക്കാൾ ഇഷ്ടം അമ്മാമ്മയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെയാണെന്ന് അമ്മാമ്മ തെളിയിച്ച് ആ മൾബറി മരം ഞങ്ങളുടെ ശല്യം കാരണം അമ്മാമ്മ വെട്ടിക്കളഞ്ഞ്. ഈ മരം വെട്ടിയത് ഞങ്ങൾക്ക് വലിയൊരു ഷോക്കായിരുന്നു കേട്ടോ. ഒരു ദിവസം ഇതേപോലെ കെട്ടിപ്പെറുക്കി വീട്ടിൽ നിന്ന് വേനലവധിക്ക് നിൽക്കാൻ പോയി. അവിടെ ചെന്ന് ബാക്ക് നോക്കുമ്പോൾ മരമില്ല. ഈ ആട് കിടന്നെടുത്ത് പൂടില്ല എന്ന് പറയുന്ന പോലെ മൾബറിയും ഇല്ല, മൾബറിയുടെ മരവും ഇല്ല, അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത വിധത്തിൽ അത് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. പകരം ആ കോഴിക്കൂട് റെനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് അമ്മാമ്മയോട് കുറച്ച് പരിഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ നല്ല നല്ല മെമ്മറീസ് ആണ് കേട്ടോ. മൾബറിയുടെ കാര്യം പറഞ്ഞ് സ്ട്രോബെറിക്ക് ഈ വീഡിയോയിൽ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ലല്ലേ. അപ്പോൾ എന്നെപ്പോലെ മൾബറി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.